ഗുഡ് ഈവനിങ് ഓൾ. ഇന്നത്തെ നമ്മളുടെ സെഷൻ പേപ്പർ വണ്ണിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് സിമ്പിൾ യൂണിറ്റ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. നത്തിങ് അതർ ദാൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ച് നമുക്ക് അറിയാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരാറുള്ള ഒരു പാർട്ടാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അതേസമയം തന്നെ നമ്മളൊരു ചെറിയ ഗസ് വർക്ക് കൊണ്ട് ആൻസർ കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. എന്നാൽ കുറച്ച് തിയറി ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് വരാറുണ്ട്. സോ ഇനി നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ആൾമോസ്റ്റ് ബേസിക്സും കുറച്ച് PYQ ഒക്കെ കവർ ചെയ്ത് അങ്ങനെ പോവാം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്തുകൊണ്ട് UGC നെറ്റ് ആസ്പിറൻസ് അത്ര ഇമ്പോർട്ടൻസോട് കൂടെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഈസ് എ ഗുഡ് റീസൺ. നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആകാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി എക്സാം എഴുതുന്നത്. JRF വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവരുണ്ട്. സ്വാഭാവികമായിട്ടും ആസ് ടീച്ചേഴ്സ് വി ഹാവ് ടു നോ ഹൗ ടു ടീച്ച് എഫക്റ്റീവ്ലി. അത് നമുക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന ഒരു യൂണിറ്റ് ഇറ്റ് ബിക്കെയിം ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് യൂണിറ്റ് ഓഫ് ദ പേപ്പർ വൺ. എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട യൂണിറ്റ് ആയിട്ട് മാറിയത് അതുകൊണ്ടാണ്. എന്താണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മളുടെ അഭിരുചിയാണ്. ടീച്ചിങ്ങിനോടുള്ള നമ്മളുടെ അഭിരുചിക്കാണ് നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതിൽ നമ്മളുടെ എബിലിറ്റി വരുന്നുണ്ട്, സ്കിൽ, ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ ഓൾ ദീസ് ടുഗദർ ബിൽഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഇതൊരു നാച്ചുറൽ സ്കില്ലാണ്, നാച്ചുറൽ എബിലിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം തന്നെ നമുക്ക് അപ്സ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടെയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമുക്ക് സബ്ജക്റ്റിലുള്ള നമ്മളുടെ നോളജും എക്സ്പെർട്ടൈസും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി, ലേണേഴ്സിനെ അറിയാനുള്ള നമ്മളുടെ ആ ഒരു കഴിവ്, കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള നമ്മളുടെ കഴിവ്, ലേണിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള നമ്മളുടെ കഴിവ്, ഇതിന്റെ ഒക്കെ ആകത്തുകയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് യു ആർ സേയിങ് ഇറ്റ് ആസ് എ ഫോർമുല, അവർ എബിലിറ്റി പ്ലസ് ആറ്റിറ്റ്യൂഡ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് എഫക്റ്റീവ്നെസ്, ഇതിനെ മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. നമുക്ക് സബ്ജക്റ്റിലെ നോളജ് വേണം, നമുക്ക് ടീച്ചിങ്ങിനുള്ള എബിലിറ്റി വേണം, നമുക്ക് അതൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനുള്ള എബിലിറ്റി വേണം. എബിലിറ്റി അതിന്റെ അണ്ടറിൽ വരുന്നതാണ്. ആൻഡ് ആറ്റിറ്റ്യൂഡ്, വി ഹാവ് ടു കീപ് എ ഗുഡ് ആറ്റിറ്റ്യൂഡ്, എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദ ലേണേഴ്സ് ആസ് വെൽ ആസ് ടുവാർഡ്സ് ദിസ് പ്രോസസ് ഓഫ് ടീച്ചിങ്. നിർബന്ധമാണ്. ഇൻട്രസ്റ്റ് വേണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫൈനലി എഫക്റ്റീവായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റണം. ടീച്ചിങ് എന്ന് പറയുന്ന ടേം ഒരുപാട് ഡെഫിനിഷൻസ് പല ആളുകൾ പല കാലങ്ങളിൽ കൊടുത്തിട്ടുള്ള ഒരു വാക്കാണ് ടീച്ചിങ്. ഓരോരുത്തരുടെയും ഫോക്കസ് ടീച്ചിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നതിൽ മാറിയിട്ടുണ്ട്, എംഫസൈസ് മാറിയിട്ടുണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് ജസ്റ്റ് പെരിഫറലി ഒന്ന് നോക്കി പോകാം. HC മോറിസന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ അവിടെ കുറച്ചുകൂടെ ആ ഒരു ടീച്ചർ ലേണർ റിലേഷൻഷിപ്പിനെ എംഫസൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡെഫിനേഷനാണ്. ടീച്ചിങ് ഈസ് എൻ ഇന്റിമേറ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ എ മോർ മെച്യൂർ പേഴ്സണാലിറ്റി ആൻഡ് എ ലെസ് മെച്യൂർ വൺ വിച്ച് ഈസ് ഡിസൈൻ ടു ഫർദർ ദ എഡ്യൂക്കേഷൻ ഓഫ് ദ ലേറ്റർ. ഒരു രണ്ടുപേര് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു മെച്യൂർ പേഴ്സണാലിറ്റിയും ഒരു കുറഞ്ഞ ഒരു ലെസ് മെച്യൂർ പേഴ്സണാലിറ്റിയും തമ്മിലുള്ള ഒരു ഇന്റിമേറ്റ് കോണ്ടാക്ട് ആണ് ടീച്ചിങ് എന്നാണ് HC മോറിസന്റെ ഡെഫിനിഷനിൽ പറയുന്നത്. ജോൺ ബ്രുബാഷർ അദ്ദേഹത്തിന്റെ കുറച്ചുകൂടെ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണർ സെന്റേർഡ് നേച്ചർ ആണ് അദ്ദേഹം ആ ഒരു ഡെഫിനിഷനിൽ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അദ്ദേഹം പറഞ്ഞത് ടീച്ചിങ് ഇസ് എൻ അറേഞ്ച്മെന്റ് ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ദർ ആർ ഗ്യാപ്സ് ആൻഡ് ഒബ്സ്ട്രക്ഷൻസ് which an individual will seek to overcome and from which he will learn in the course of doing so. ഒരാളുടെ ഒരു ഇൻഡിവിജ്വലിന്റെ കുറച്ച് ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ, അതിനെ ഓവർകം ചെയ്യാൻ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ടീച്ചിങ്. കുറച്ചുകൂടെ ഒരു എക്സ്പീരിയൻഷ്യൽ ആൻഡ് ലേണർ സെന്റേർഡ് ഡെഫിനേഷൻ ആയിരുന്നു ജോൺ റുബാഷറിന്റെ ഡെഫിനേഷൻ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ഡെഫിനേഷൻസ് ആഡ് ചെയ്തതാണ്. ആൻഡ് RC അഗർവാൾ അദ്ദേഹത്തിന്റെ ഡെഫിനേഷൻ വരുന്നത് ടീച്ചിങ് ഈസ് എ സിസ്റ്റം ഓഫ് ആക്ടിവിറ്റീസ് വിച്ച് ഈസ് ഡെലിബറേറ്റ്ലി ഡിസൈൻ ടു ബ്രിങ് അബൌട്ട് ലേണിംഗ്. കുറച്ചുകൂടെ ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് ഇറ്റ്സ് എ പ്ലാൻഡ് വൺ, ഇറ്റ്സ് എ പേർപ്പസ്ഫുൾ വൺ, ഇറ്റ്സ് എ സ്ട്രക്ചേർഡ് വൺ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഡെഫിനേഷന്റെ വെളിച്ചത്തിലാണ്. കുറച്ചുകൂടെ സിസ്റ്റം ഓഫ് ആക്ടിവിറ്റീസ് ആണ് വിച്ച് ഈസ് ഡെലിബറേറ്റ്ലി ഡിസൈൻ ടു ബ്രിങ് അബൌട്ട് ലേണിംഗ്. ഇതാണ് RC അഗർവാളിന്റെ ഡെഫിനേഷൻ. എന്താണ് ഓരോരുത്തരുടെയും എംഫസൈസ് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. ടൈലറിന്റെ ഡെഫിനേഷൻ കുറച്ചുകൂടെ ഒരു ഫെസിലിറ്റേറ്റീവ് ലേണിംഗിനെ എംഫസൈസ് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. Teaching is a process by which a person helps another to learn something he would not have learned otherwise. ഒരാൾക്ക് അറിയാത്തൊരു കാര്യം ആളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ആളെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഈ ഒരു ഹെൽപ്പ് ഇല്ലായിരുന്നെങ്കിൽ ആൾക്ക് ആ ഒരു നോളേജ്, ആ ഒരു അറിവ് കിട്ടില്ലായിരുന്നു. അപ്പൊ ആ ഒരു ഫെസിലിറ്റേറ്റീവ് റോൾ ഓഫ് ടീച്ചർ, ഒരു ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ, അതാണ്
ടൈലറിന്റെ ഡെഫിനിഷനിൽ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു എലമെന്റ്. പ്രധാനപ്പെട്ട കുറച്ച് ടീച്ചിങ്ങിന്റെ ഡെഫിനിഷൻസ് ആണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് എ PYQ. ഇന്നലെ ജോയിൻ ചെയ്ത ആളുകൾ ഈ PYQ ആൾറെഡി കണ്ടിട്ടുണ്ടാകും. ഹവർ ജസ്റ്റ് ഗീവ് ഇറ്റ് എ ട്രൈ. എന്താണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരാൻ സാധ്യത ഉള്ളത്? പ്ലീസ് ഗീവ് ഇറ്റ് എ ട്രൈ. The chat box is yours. Your time starts now. Come on. Try to answer fast. Even if you don't have any clues about the question, just give it a try. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മളെ ഗസ് വർക്കിന്റെ എഫക്റ്റീവ്നെസ് ഒക്കെ അറിയാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണാം. As I always say. ഓപ്ഷൻ 2 പറഞ്ഞിട്ടുണ്ട് ശിബാഷറി. ഇവിടെ ചോദ്യം സ്കഫോൾഡിങ്ങിനെ കുറിച്ചാണ്. സ്കഫോൾഡിങ്ങിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രൊവൈഡിങ് ഹിൻസ് ആൻഡ് ക്ലൂസ് ടു സോൾവ് പ്രോബ്ലം. ദാറ്റ്സ് വെരി കറക്റ്റ്. എ ഓപ്ഷൻ കറക്റ്റ് ആണ്. അലോയിങ് ദ സ്റ്റുഡൻസ് ടു ഫിഗർ ഔട്ട് ദ പ്രോബ്ലം ഓൺ ദെയർ ഓൺ. അത് സ്കഫോൾഡിങ്ങിന്റെ പാർട്ട് അല്ല. Providing the student with all the answers and solutions to the problem. That's also not the part of scaffolding. And finally, asking leading questions to guide the students' thinking. That's also a part of scaffolding. So, the answer is correct. 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ എന്താണ് സ്കഫോൾഡിംഗ് എന്നുള്ളത് നമ്മൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയാത്ത ഒരാൾക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് എത്തൽ കുറച്ച് പണിയായിരിക്കും. അവിടെ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം ഗസ് ചെയ്യാന്നുള്ളത് മാത്രമാണ്. പക്ഷെ സ്കഫോൾഡിംഗ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് സെക്കൻഡ് തോട്ട് വി ക്യാൻ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് സ്കഫോൾഡിംഗ് എന്ന് നോക്കാം. സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ടേം ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് വൈഗോട്സ്കിന്റെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ലേണിംഗ് തിയറിന്റെ ഭാഗമായിട്ടാണ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി സിംപ്ലി ഐ വിൽ ഷോ യു എ പിക്ചർ. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ. ഓരോ ലേണറിനും അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. ഇതാണ് ഏറ്റവും ഇന്നർ ആയിട്ടുള്ള സർക്കിളിൽ കൊടുത്തിട്ടുള്ളത്. 2 ഈസി സോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയാം. വാട്ട് എ സ്റ്റുഡന്റ് ക്യാൻ ഡു വിത്തൗട്ട് ഹെൽപ്പ്. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന, ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ ആ ഒരു 2 ഈസി സോൺ എന്ന് പറയും. അതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സർക്കിൾ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് ഒറ്റയ്ക്കൊരു കുട്ടിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാവില്ല. ബട്ട് ദേ ക്യാൻ ലേൺ ഇറ്റ്, ദേ ക്യാൻ സ്റ്റഡി ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മോർ നോളജബിൾ അതർ. വേറൊരാളുടെ ഹെൽപ്പോട് കൂടെ, ഇറ്റ് മേ ബി എ ടീച്ചർ, ഇറ്റ് മേ ബി പാരന്റ്, ഇറ്റ് മേ ബി എ പീർ, ആരും ആകാം. അവരുടെ ഹെൽപ്പോട് കൂടെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു ഏരിയക്കാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി 2 ഹാർഡ് സോൺ. നമ്മളൊരു കുട്ടിന്റെ ഒരു എബിലിറ്റിന്റെ പുറത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ 2 ഹാർഡ് സോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ എന്താണ് വൈഗോട്സ്കിന്റെ തിയറിയിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിൽ പറയാൻ ശ്രമിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടിക്ക് ആളുടെ ഒരു കറന്റ് എബിലിറ്റി ഉണ്ടാകും ആൻഡ് ആസ് വെൽ ആസ് ഒരു പൊട്ടൻഷ്യൽ എബിലിറ്റി ഉണ്ടാകും. ഇപ്പൊ കറന്റ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ ആൾക്ക് ഇപ്പോൾ ആളെ കൊണ്ട് സാധ്യമാകുന്ന അല്ലെങ്കിൽ ആൾക്ക് അറിയുന്ന കുറച്ച് നോളേജ് അല്ലെങ്കിൽ കുറച്ച് അറിവുകൾ. അറ്റ് ദ സെയിം ടൈം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ മോർ നോളജബിൾ അതർ അവർക്ക് കുറച്ചുകൂടെ അധികം ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ പൊട്ടൻഷ്യൽ എബിലിറ്റി എന്ന് പറയാം. അപ്പോ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഹെൽപ്പിനെയാണ്, ആ ഒരു ടെമ്പററി സപ്പോർട്ടിനെയാണ് നമ്മൾ സ്കഫോൾഡിംഗ് എന്ന് പറയാം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷനിലെ സ്കഫോൾഡിംഗ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വോയിസ് കട്ടാവുന്നുണ്ടോ? ഐ എം റിയലി സോറി. I'm having a proper network connection. I don't know what's happening. വല്ലാണ്ട് ബുദ്ധിമുട്ടാവുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ പറയണം. ഐ തിങ്ക് വി ക്യാൻ പ്രൊസീഡ്. നല്ല സീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്നുകൂടെ പറയാം കേട്ടോ. സ്കഫോൾഡിംഗ് എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. അതിന്റെ വോയിസ് കട്ടാവുന്നു, ഭീകരമായിട്ട് കട്ടാവുന്നുണ്ടോ? ക്യാൻ വി പ്രൊസീഡ്? ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ് ദീസ് ഡേയ്സ്. ആദ്യത്തിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. നല്ല ബുദ്ധിമുട്ടുണ്ടോ? ഐ റിയലി വാണ്ട് ടു പ്രൊസീഡ്. ഇപ്പൊ ഓക്കെ ആണ്. ഹോപ്പ്ഫുള്ളി വി ക്യാൻ ഗോ. ഓക്കെ. സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു ടീച്ചിങ് മെത്തേഡാണ്. അവിടെ ടീച്ചർ എന്താക്കുന്നുണ്ട്? സ്റ്റുഡൻസിന് ടെമ്പററി സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കോൺസെപ്റ്റ് പഠിക്കാനോ ആ ഒരു സ്കില്ല് പഠിക്കാനോ ആവശ്യമായിട്ടുള്ള ആ ഒരു ടെമ്പററി സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുള്ള് A to Z കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല, പക്ഷെ അവർക്കൊരു ഒരു ടെമ്പററി സപ്പോർട്ട്. അവർക്ക് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടുന്ന സാധനമല്ല. അപ്പൊ ഒരു സപ്പോർട്ട്, ഒരു താങ്ങ് കൊടുക്കുന്നു. നമ്മൾ പണ്ടൊക്കെ സൈക്കിൾ ഓട്ടാനും വാപ്പാരും അല്ലെങ്കിൽ
നമ്മളുടെ എൽഡർ ബ്രദേഴ്സ് ഒക്കെ നമ്മളെ പഠിപ്പിച്ചതൊന്നും ഓർത്താൽ മതി. ആദ്യം ഇങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകും. പിന്നെ ഒരു ടൈം കഴിഞ്ഞാൽ അവർ നമ്മളെ ഒറ്റക്കണ്ട് വിടും. ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മളെ കൊണ്ട് തന്നെ ആ ഒരു ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യാനുള്ള രീതിയിലേക്ക് നമ്മളെ അങ്ങ് വിടും. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളൊക്കെ സൈക്ലോട്ടനും മറ്റൊക്കെ പഠിച്ചുള്ളത്. ഇതിനാണ് നമ്മൾ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. എന്തോ ഒരു പുതിയൊരു ഇൻവെൻഷൻ ഒന്നല്ല, നമ്മളൊക്കെ പണ്ടേ ചെയ്തു വരുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ഒരു കുട്ടി ഒരു സാധനം പഠിച്ചെടുക്കുന്ന സമയത്ത് വളരെ എന്താണ് ഇൻക്വിസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എന്നിട്ട് കുട്ടിന്റെ ആ ഒരു തിങ്കിങ് പാറ്റേൺ നമ്മളൊന്ന് ട്രിഗർ ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ക്ലൂസും ഹിൻസ് ഒക്കെ കൊടുക്കുക. ഇതൊക്കെ സ്കഫോൾഡിങ്ങിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതായത് ഒരു കുട്ടിക്ക് ആ ഒരു സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ക്രോസ് ചെയ്യാൻ, ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു അസിസ്റ്റൻസിനെ, ആ ഒരു ടെമ്പററി സപ്പോർട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഹെൽപ്പ് സ്റ്റുഡൻസ് ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ കറന്റ് എബിലിറ്റി ആൻഡ് ദ പൊട്ടൻഷ്യൽ എബിലിറ്റി. ആളുടെ കറന്റ് എബിലിറ്റിക്കും പൊട്ടൻഷ്യൽ എബിലിറ്റിക്കും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ആ ഒരു ഹെൽപ്പിനെയാണ്, ആ ഒരു ടെമ്പററി സപ്പോർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഗൈഡൻസും നമ്മൾ കൊടുക്കുന്ന ഹിൻസും ഈവൻ ദ പ്രോംസ്, മോഡലിംഗ്, സ്ട്രക്ചേർഡ് സപ്പോർട്ട്, ഇതൊക്കെ സ്കഫോൾഡിങ്ങിന്റെ പരിധിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സ്കഫോൾഡിംഗ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? ക്യാൻ വി മൂവ്? ഓൾ ഗുഡ്? ക്ലിയർ അല്ലടാ? ഓക്കെ 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 ഓക്കെ. Now we are moving to characteristics of effective teaching. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി പറയാണ്. ടീച്ചിങ് ഒരു വൺ വേ പരിപാടിയല്ല, ഇറ്റ് ഷുഡ് ബി ഇന്ററാക്റ്റീവ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാറ്റ് ബോക്സ് ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത്. ആൻഡ് ഇറ്റ്സ് പ്ലാൻഡ്, ഗോൾ ഓറിയന്റഡ്, കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടെ പ്ലാനിങ്ങോട് കൂടെ ചെയ്യേണ്ട പരിപാടിയാണ്. വി സോ ദാറ്റ് ഇൻ ദ ഡെഫിനിഷൻ, ചില ആളുകളുടെ ഡെഫിനിഷനിൽ നമ്മൾ അത് കണ്ടിരുന്നു. ബിഹേവിയറൽ ചേഞ്ച്, അണ്ടർസ്റ്റാൻഡിങ്, ഇതിലൊക്കെ എയിം ചെയ്തുകൊണ്ടാണ് നമ്മൾ നോളേജ്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ഈ ഒരു 3 ആസ്പെക്റ്റിൽ നമ്മൾക്ക് ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ ടീച്ചിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ജസ്റ്റ് ഒരു മെമ്മറൈസേഷൻ പരിപാടിയല്ല. വി ഓൾ നോ ദാറ്റ്. കമ്മ്യൂണിക്കേഷനും മോട്ടിവേഷനും ഇവാലുവേഷനും ഒക്കെ കൂടി ചേരുന്ന ഒരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സോഷ്യൽ ആൻഡ് എത്തിക്കൽ ആക്ട്. ഇതാണ് എഫക്റ്റീവ് ടീച്ചിങ്ങിന്റെ പ്രധാനപ്പെട്ട. ഞാനൊരു ചെറിയൊരു ഒരു ഇത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എക്സാമിന് ടീച്ചിങ്, എഫക്റ്റീവ് ടീച്ചിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം, ഈവൻ ദോ ഇഫ് വി ഡോണ്ട് നോ ദ ആൻസർ വെരി കറക്റ്റ്ലി, ഒരു എഫക്റ്റീവ് ടീച്ചിങ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങളോ മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഐഡിയൽ ടീച്ചർ എങ്ങനെ ആയിരിക്കണം, ആ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കണം നമ്മളുടെ ഒരു ആൻസർ. അല്ലെങ്കിൽ നമ്മൾ കണ്ട ടീച്ചേഴ്സോ നമ്മൾ എങ്ങനത്തെ ഒരു ടീച്ചറാണെന്നോ എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കരുത് നമ്മളുടെ ആൻസർ. ഒരു ഐഡിയൽ ടീച്ചർ എങ്ങനെ ആയിരിക്കും എന്നുള്ള ആ ഒരു ഇമേജിനറി പെർസ്പെക്റ്റീവിൽ നമ്മൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ ദർ ഇസ് എ ഹൈ ചാൻസ് അത് കറക്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഒരു ഭയങ്കര എന്തോ ഒരു സ്പിരിച്വൽ ലീഡറിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഒരു ഐഡിയൽ ടീച്ചർ. ഓക്കെ, നൗ വി ആർ മൂവിങ് ടു ലേണിംഗ് ഔട്ട്കംസ്. ലേണിംഗ് ഔട്ട്കംസിനെ നമ്മൾ പ്രധാനമായിട്ടും 3 ഡൊമൈൻസിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്: കൊഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻ. നമ്മളെ ലേണിംഗിന്റെ ഔട്ട്കം ഏതൊക്കെ മേഖലകളിലാണ് റിഫ്ലക്ട് ചെയ്യപ്പെടേണ്ടത് എന്നതിനെയാണ് നമ്മൾ ഈ ഒരു 3 ഡൊമൈനിൽ പറയാൻ ശ്രമിക്കുന്നത്. കൊഗ്നിറ്റീവ് ഡൊമൈൻ, ഓഫ് കോഴ്സ്, ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു അവർ നോളേജ്, അവർ തിങ്കിങ്, ഇതൊക്കെ ആയിട്ട് കണക്ട് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ലേണിംഗിന്റെ ഒരു ഔട്ട്കം ആണ് ഒരു കുട്ടിയുടെ, ഒരു വിദ്യാർത്ഥിയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. ദാറ്റ്സ് ദ പേർപ്പസ് ഓഫ് കൊഗ്നിറ്റീവ് ഡൊമൈൻ. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി, ഒരു വിഷയം അനലൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഒക്കെ അതിലൂടെ നമ്മൾ സ്വായത്തമാക്കുന്നുണ്ട്. ആൻഡ് വി ഹാവ് അഫക്റ്റീവ് ഡൊമൈൻ. ഒരു കുട്ടിയിൽ എന്താണ് ഉണ്ടായിരിക്കേണ്ട ആറ്റിറ്റ്യൂഡ്സും അവരുടെ വാല്യൂസും അവരുടെ ഫീലിങ്സും, ഇതൊക്കെയാണ് നമ്മൾ അഫക്റ്റീവ് ഡൊമൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലേണിംഗിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഔട്ട്കം ആ ഒരു ഭാഗത്ത് വരുന്ന ഇമോഷണൽ ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്. ഇപ്പൊ FIGPന്റെ ഒക്കെ ഇതിൽ നമ്മൾ എന്താണ് വാല്യൂ ആഡഡ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്ന ഒരു പുതിയ പെർസ്പെക്റ്റീവ് തന്നെ വന്നു. VSc കോഴ്സുകളൊക്കെ നമ്മൾ ആൾറെഡി ഇപ്പോൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇമോഷണൽ ആൻഡ് വാല്യൂ ഡെവലപ്മെന്റും നമ്മൾ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട്, ടീച്ചിങ്ങിന്റെ ഭാഗമായിട്ട് കാണുന്ന പ്രധാനപ്പെട്ട ഒരു ഡൊമൈനാണ്. ബാക്കിയുള്ളവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, ബാക്കിയുള്ള കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകളെ, റിലീജിയനിൽ നിന്ന് വരുന്ന ആളുകളെ എങ്ങനെ ഒരു ഗ്രൂപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ലേണിംഗിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടേണ്ട പ്രധാനപ്പെട്ട ഔട്ട്കമ്മുകളാണ്. ആൻഡ് വി ആൾസോ ഹാവ് സൈക്കോമോട്ടോർ ഡൊമൈൻ. ഫിസിക്കൽ സ്കിൽസ്, പിന്നെ കോർഡിനേഷൻ, അതായത് സ്കിൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൈക്കോമോട്ടോർ ഡൊമൈനിൽ വരുന്നത്. ഒരു ഉപകരണം, ഒരു എക്യുപ്മെന്റ് കൈകാര്യം ചെയ്യാനുള്ള നമ്മൾ എബിലിറ്റി, ക്രാഫ്റ്റ് വർക്കിനുള്ള എബിലിറ്റി, ഇതൊക്കെ ലേണിംഗിന്റെ ഒരു അനദർ ഡൊമൈൻ ആണ്. നമ്മൾ ലക്ഷീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡൊമൈനാണ് സൈക്കോമോട്ടോർ ഡൊമൈൻ. Cognitive domain, thinking and problem solving. Affective domain, emotions, feelings and attitudes. Psychomotor, motor skills, coordination and physical movement. Okay. ഇനി നമ്മൾ ലെവൽ ഓഫ് ടീച്ചിങ്, വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് ലെവൽസ് ഓഫ് ടീച്ചിങ്.
ടീച്ചിങ് 3 പ്രോഗ്രസീവ് ലെവൽസിലാണ് സംഭവിക്കുന്നത്. ആൻഡ് വി ആൾസോ ആഡഡ് വൺ മോർ. ഇപ്പോൾ റീസെന്റ് കുറച്ച് എക്സാമിനൊക്കെ കണ്ടുവരുന്ന ഒരു ഭാഗമാണ് അഫക്റ്റീവ് ഡൊമൈൻ. ഒന്നുകൂടെ പറയാം. അഫക്റ്റ് ഈസ് എ വേർഡ് വിച്ച് കണക്ട് വിത്ത് ഫീലിംഗ്. നമ്മളെ ഫീലിംഗിനാണ് നമ്മളിപ്പോ സൈക്കോളജിയിൽ ABC മോഡൽ എന്നൊക്കെ പറയാറുണ്ട്. എ അഫക്റ്റ്, ബി ബിഹേവിയർ, സി കൊഗ്നീഷൻ. അപ്പോൾ അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേണിംഗിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഔട്ട്കം ആയിട്ട് നമ്മൾ ലക്ഷ്യീകരിക്കുന്നതാണ് അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്ന ഡെവലപ്മെന്റ്സ്. അതായത് കുട്ടിയിൽ പഠനത്തിലൂടെ അവർക്ക് ഇമോഷൻസ്, ഇമോഷണൽ വാല്യൂസ്, അല്ലെങ്കിൽ വാല്യൂ ഡെവലപ്മെന്റ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇത്തരം കുറേ സാധനങ്ങൾ ഡെവലപ്പ് ആകാനുണ്ട്. ഒരു സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ എന്തൊക്കെ വാല്യൂസ് ആണ് അവരുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്, ഇതൊക്കെ നമ്മൾ ലേണിംഗിലൂടെ ലക്ഷീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ആണ്. ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആണ് നമ്മൾ ലേണിംഗിലൂടെ ലക്ഷീകരിക്കുന്നത്. അതിനെ 3 ഡൊമൈനിൽ ക്ലാസിഫൈ ചെയ്തത്. ഫസ്റ്റ് വൺ, ആൾക്ക് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഉണ്ടാകണം. രണ്ടാമത്തത്, ആൾക്ക് വാല്യൂ ഡെവലപ്മെന്റ്സ് ഉണ്ടാകണം. മൂന്നാമത്, ആളുടെ സ്കിൽ ഡെവലപ്മെന്റും സാധ്യമാകണം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇതാണ് 3 ഡൊമൈൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അഫക്റ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ഇമോഷൻ, ഫീലിങ്സ്, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വാക്കാണ് അഫക്റ്റ്. അഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ ഉണ്ടാകുന്ന കുട്ടിയുടെ ഡെവലപ്മെന്റ്സ്. ക്ലിയർ അല്ലേ? ചോദിച്ചാൽ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ വി ക്യാൻ പ്രൊസീഡ്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ. നൗ വി ആർ മൂവിങ് ടു, ഞാൻ കുറച്ച് സ്പീഡ് പോകുന്നത് നമ്മളുടെ അറിയാലോ, ഒരു ടൈം കഴിഞ്ഞാൽ ഇത് ഓഫ് ആകും. പക്ഷെ യു ക്യാൻ ഡെഫിനറ്റ്ലി ആസ്ക് ദ ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആകുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കണം. ഓക്കെ. Levels of teaching is one of the most important and repeatedly asked area of teaching aptitude. Clear ആയിട്ട് മനസ്സിലാക്കുക. There are 3 progressive levels. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ലെവൽ 3 പ്രോഗ്രസീവ് ലെവലിലേക്ക്, ഇങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് എന്നുള്ള പോകുന്ന രീതിയിലുള്ള ലെവൽസിനാണ് നമ്മൾ പ്രോഗ്രസീവ് ലെവൽ എന്ന് പറയും. അപ്പൊ ലേണറിന്റെ മെച്യൂരിറ്റി, അവരുടെ ഗോൾസിന്റെ ഒക്കെ ബേസിൽ ഇങ്ങനെ ഒരു 3 ലെവലായിട്ട് പോകുന്നുണ്ട്. ആൻഡ് വി ആൾസോ ആഡഡ് വൺ മോർ ലെവൽ, ഓട്ടോണമസ് ആൻഡ് ഡെവലപ്മെന്റ് ലെവൽ. റീസെന്റ് വന്ന എക്സാമിനൊക്കെ ഈ ഒരു ഓപ്ഷൻ, ഇത് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. നേരെ ഡയറക്റ്റ് ആൻസർ ആയിട്ട് അല്ലെങ്കിലും ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. ഫസ്റ്റ് വി ഹാവ് മെമ്മറി ലെവൽ. മെമ്മറി ലെവൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് സാധനം. നമ്മൾക്കിപ്പോൾ ആ ഒരു ഹൈറാർക്കി നോക്കുകയാണെങ്കിൽ ദർ ഇസ് എ പിരമിഡ്, ആൻഡ് ഏറ്റവും താഴെ വരുന്നതാണ് മെമ്മറി ലെവൽ. ലീസ് തോട്ട്ഫുൾ, ദെൻ കംസ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, തോട്ട്ഫുൾ ആണ്, ആൻഡ് റിഫ്ലക്റ്റീവ് ലെവൽ, മോസ്റ്റ് തോട്ട്ഫുൾ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ ഓഫ് ടീച്ചിങ് പോകുന്നത്, ലെവൽസ് ഓഫ് ടീച്ചിങ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. Now let's have a look. മെമ്മറി ലെവലിൽ പ്രധാനപ്പെട്ട ഫോക്കസ് വരുന്നത് പഠിച്ച ആ ഒരു നോളജിനെ റീകോൾ ചെയ്യുക, അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുക. ഇതിനാണ് നമ്മൾ മെമ്മറി ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ടീച്ചറിന്റെ റോള് ആ എന്താണ്, ഫാക്റ്റുകളും ഡെഫിനിഷൻസും എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ടീച്ചറിന്റെ ഒരു പ്രധാനപ്പെട്ട, അതൊക്കെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. ലേണറിന്റെ റോൾ ആണെങ്കിൽ ഇതിനൊക്കെ കൃത്യമായിട്ട് റിമെമ്പർ ചെയ്യുക, റീകോൾ ചെയ്യുക, റീപ്രൊഡ്യൂസ് ചെയ്യുക. ഇതാണ് ലേണറിന്റെ റോളായിട്ട് വരുന്നത്. നമ്മൾ മെമ്മറൈസേഷൻസ് ഓഫ് ഡെഫിനിഷൻസ്, ഫോർമുലാസ്, ഡേറ്റ്സ്, ഇതൊക്കെ മെമ്മറി ലെവലിൽ വരുന്നതാണ്. അണ്ടർസ്റ്റാൻഡിങ് ലെവൽ അടുത്തതാണ്. കോംപ്രിഹെൻഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, ഒരു കാര്യത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു, കൃത്യമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. അപ്പോൾ കോൺസെപ്റ്റ്സിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന് കൃത്യമായുള്ള ഇല്ലസ്ട്രേഷൻസ്, എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും ടീച്ചറിന്റെ അവിടുത്തെ ഒരു റോളായിട്ട് വരിക. ആ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി ലേണറിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ലേണറിനെ സംബന്ധിച്ചിടത്തോളം അതിനെ കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക. ഇതാണ് ലേണറിന്റെ റോളിൽ വരുന്നത്. ഒരു കോൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഒരു ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഈ ഒരു ലെവലിൽ വേണമെങ്കിൽ പറയാം. ആൻഡ് വി ഹാവ് റിഫ്ലക്റ്റീവ് ലെവൽ. റിഫ്ലക്റ്റീവ് ലെവൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്, കുറച്ചുകൂടെ പ്രോഗ്രസ്ഡ് ആണ്. ഇവിടെ നമ്മൾ മോർ ദൻ മിയർ കോംപ്രിഹെൻഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, വി എൻഗേജ് ഇൻ അനാലിസിസ്, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് റിഫ്ലക്റ്റീവ് ലെവലിൽ നടക്കുന്നത്. ടീച്ചറിന്റെ ഒരു റോള് ഇവിടെ അവരുടെ ലേണറിന്റെ ആ ഒരു തിങ്കിങ്ങിനെ ഗൈഡ് ചെയ്യുക, അവർക്ക് കുറച്ചുകൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കുകൾ നൽകുക എന്നൊക്കെയുള്ളതാണ് റിഫ്ലക്റ്റീവ് ലെവലിൽ ടീച്ചറിന്റെ പ്രധാനപ്പെട്ട റോളായിട്ട് വരുന്നത്. ലേണറിന്റെ റോള് തന്നിരിക്കുന്ന കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, അതിനെ സിന്തസൈസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ലേണറിന്റെ റോളിൽ വരുന്നത്. ഒരു 2 തിയറികൾ തമ്മിൽ കമ്പയർ ചെയ്ത്, അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡി അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നതൊക്കെ റിഫ്ലക്റ്റീവ് ലെവൽ ലേണിംഗിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. അപ്പൊ ഇതിന്റെ ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. മെമ്മറി ലെവലിൽ ഒരു മിയർ റീകോൾ ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് നോളേജ്. അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി കോംപ്രിഹെൻഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ കോൺസെപ്റ്റ്. റിഫ്ലക്റ്റീവ് ലെവലിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി അനാലിസിസ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇതൊക്കെ വരുന്നതാണ് റിഫ്ലക്റ്റീവ് ലെവൽ. നമ്മൾ ആ ഒരു ടേമിൽ തന്നെ അതിന്റെ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. ആൻഡ് ഫൈനലി വി ഹാവ് ഓട്ടോണമസ്, അതർവൈസ് ഡെവലപ്മെന്റ് ലെവൽ. ഓട്ടോണമസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിലേക്ക് കാണുന്ന ഒരു ടേം. ഇവിടെ നമ്മൾ
ലേണിംഗിന്റെ ഒരു ഫോക്കസ്, ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് ലേണിംഗ്. ഇറ്റ് ഹൈലൈറ്റ്സ് ക്രിയേറ്റിവിറ്റി. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ. ഇവിടെ ടീച്ചറിന്റെ റോള് ഇറ്റ്സ് മിയർ ഫെസിലിറ്റേഷൻ. മിയർ ഫെസിലിറ്റേഷൻ. ലേണറിന്റെ കേസിലാണെങ്കിൽ സെൽഫ് ഡയറക്റ്റഡ് ആയിട്ടുള്ള ലേണിംഗ് ആയിരിക്കും, ഇന്നോവേറ്റീവ് ആയിരിക്കും. നമ്മളിപ്പോ ഒരു 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 പ്രൊജക്ട്, ഒരു റിസർച്ച് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടെയൊക്കെ നമ്മൾക്ക് നോക്കിയാൽ മനസ്സിലാകും ദ ടീച്ചർ ഹാസ് ലെസ് റോൾ. ഇപ്പൊ നമ്മൾ ഒരു ഒരു PhD ഒക്കെ ഒരാളൊരു റിസർച്ച് ആയിട്ട് ഇങ്ങനെ പോവാണെങ്കിൽ അവിടെ അവിടെ ഗൈഡ് ജസ്റ്റ് എ മിയർ ഫെസിലിറ്റേറ്റർ. അതേസമയം ലേണർ ഭയങ്കര സെൽഫ് ഡയറക്റ്റഡ് ആണ്, ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ദാറ്റ്സ് ഓട്ടോണമസ് ലെവൽ. ആൻഡ് ഇത് നോർമലി നമ്മൾ പറയുന്ന 3 ലെവൽസിൽ വരുന്നതല്ല, ബട്ട് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നൗ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ. വി ഹാവ് എൻ PYQ വിത്ത് us. Just try to answer. Use the chat box. Even if you don't know it correctly, you can just give it a try. ബ്ലൂംസ് ടാക്സോണമിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്കാണ് പോകുന്നത്, ബട്ട് യു ക്യാൻ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. Come on guys, don't waste time. Answer ചെയ്തോളൂ. RK answered 1. Unice 3. User 1. Okay. In the light of 131 ആണ് നമ്മൾക്ക് ആൻസേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് 1. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു കോൺസെപ്റ്റിലേക്ക് പോകാം. ബ്ലൂംസ് ടാക്സോണമിന്റെ ഒരു ലെവലിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു കറക്റ്റ് ഓർഡർ, അസെൻഡിങ് ഓർഡറിൽ എങ്ങനെയാണ് വരിക? കൊഗ്നിറ്റീവ് ഡൊമൈൻസ്, അതിന്റെ ഒരു അസെൻഡിങ് ഓർഡറിൽ വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം റിമെമ്പറിങ്, ദെൻ അണ്ടർസ്റ്റാൻഡിങ്, ദെൻ അപ്ലൈയിങ്, ദെൻ അനലൈസിങ് ആൻഡ് ഫൈനലി ഇവാലുവേറ്റിംഗ്. ഇതാണ് ബ്ലൂംസ് ടാക്സോണമിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം. സോ ലെറ്റ്സ് ഗോ ടു ഇറ്റ്. ഓക്കെ. ബ്ലൂംസ് ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ബെഞ്ചമിൻ ബ്ലൂം. 1956 ആദ്യത്തത്. 2001 അതിന്റെ റിവൈസ്ഡ് വേർഷനും വന്നു. ഓർത്തു വെക്കുക, 1956, 2001 ബെഞ്ചമിൻ ബ്ലൂംസ് ആണ് കൊണ്ടുവന്ന ആള്. എന്തായിരുന്നു പരിപാടി? ഹൈറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ലേണിംഗ് ഒബ്ജക്റ്റീവ്. ലേണിംഗ് ഒബ്ജക്റ്റീവിന്റെ ഒരു ഹൈറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻ, അതാണ് ബ്ലൂംസ് ടാക്സോണമി കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ എന്തൊക്കെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഏത് ഓർഡറിലാണ് അച്ചീവ് ചെയ്യേണ്ടത്, അതിനാണ് നമ്മൾ ബ്ലൂംസ് ടാക്സോണമിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇത് എന്തിനാണ്? ടു ഹെൽപ്പ് ടീച്ചേഴ്സ് ഡിസൈൻ കരിക്കുലം, ഇൻസ്ട്രക്ഷൻ ആൻഡ് അസസ്മെന്റ്. കൃത്യമായിട്ട് കരിക്കുലം ഡിസൈൻ ചെയ്യാനും ഇൻസ്ട്രക്ഷൻസ് അസൈൻ ചെയ്യാനും അസസ്മെന്റ്സ് കണ്ടക്ട് ചെയ്യാനൊക്കെ ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബ്ലൂംസ് ടാക്സോണമി. അപ്പോൾ ഒരു കൊഗ്നിറ്റീവ് കോംപ്ലക്സിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഈ ഓരോ ലെവൽസും ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും സ്റ്റാർട്ടിങ് ഫ്രം സിംപ്ലസ്റ്റ് ടു ദ ഹയർ ഓർഡർ തിങ്കിങ്, ആ രീതിയിലാണ് ഇത് പോകുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് 2001 വന്നിട്ടുള്ള പുതിയതാണ്. അതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ആദ്യം വരുന്നത് റിമെമ്പറിങ് ആണ്. അതിന്റെ ഒരു കോഗ്നിറ്റീവ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ലെസ്. പിന്നെ മേലേക്ക് പോകുന്നതിനനുസരിച്ച് അണ്ടർസ്റ്റാൻഡിങ്, ഇറ്റ് നീഡ്സ് മോർ കോഗ്നിറ്റീവ് റിസോഴ്സസ്, ആൻഡ് ദെൻ കംസ് അപ്ലൈ, ദെൻ കംസ് അനലൈസ്, ദെൻ കംസ് ഇവാലുവേറ്റ്, ദെൻ ക്രിയേറ്റ്. ഇതാണ് അതിന്റെ ഒരു കറക്റ്റ് ഓർഡർ. 2001 വന്ന റിവൈസ്ഡ് വേർഷൻ 1956 നിന്ന് എങ്ങനെ വിഭിന്നമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കുറച്ചുകൂടെ നൗൺ ആണ് ഉപയോഗിച്ചിരുന്നത്. കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ വേർബ് ഫോംസ് ഉപയോഗിച്ചു എന്നുള്ളതാണ് 2001 പ്രധാനപ്പെട്ട ഒരു ചേഞ്ച്. ദാറ്റ്സ് നോട്ട് ദ വൺ ആൻഡ് ഓൺലി ചേഞ്ച്, ബട്ട് ദാറ്റ്സ് എ മേജർ ചേഞ്ച്. ആ ഒരു ഓർഡർ കറക്റ്റ് ഓർത്ത് വെച്ച് നോക്കൂ. റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, അനലൈസ്, ഇവാലുവേറ്റ് ആൻഡ് ഫൈനലി ക്രിയേറ്റ്. ഇതാണ് കറക്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത്. നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് കൂടെ ഒന്ന് നോക്കാം. റിമെമ്പർ, റീകാൾ ബേസിക് ഫാക്ട്സ് ഓർ ഇൻഫോർമേഷൻ, അതാണ് റിമെമ്പറിൽ വരുന്നത്. ഇതാണ് റിമെമ്പറിൽ വരുന്നത്. ലിസ്റ്റ് ഓഫ് കൺട്രീസ് യു ഹാവ് വിസിറ്റഡ്, നമ്മളത് ഓർത്ത് വെക്കുന്നുണ്ടെങ്കിൽ അതാണ് റിമെമ്പറിൽ വരുന്നത്. ദെൻ അണ്ടർസ്റ്റാൻഡ്, എക്സ്പ്ലെയിൻ ഓൺ ഇറ്റ് ഐഡിയാസ്. അപ്ലൈ, യൂസ് നോളജ് ഇൻ റിയൽ സിറ്റുവേഷൻ. ഒരു ഫുഡിന്റെ റെസിപ്പി നമുക്ക് കിട്ടുന്നു, അത് വെച്ച് നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുന്നു, ഒരു സിമ്പിൾ ഡിഷ് ഉണ്ടാക്കുന്നു. ദാറ്റ്സ് അപ്ലൈ ലെവൽ, അപ്ലിക്കേഷൻ ലെവൽ. ദെൻ അനലൈസ്,
ബ്രേക്ക് ഇൻ ടു പാർട്സ് ആൻഡ് എക്സാമിൻ, അതിനെ വീണ്ടും കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതിനാണ്, എക്സാമിൻ ചെയ്യുന്നതിനാണ് പാർട്സ് ആക്കി നമ്മൾ കമ്പയർ ചെയ്യുന്നത്, കോൺട്രാസ്റ്റ് ചെയ്യുന്നത്, എക്സാമിൻ ചെയ്യുന്നതൊക്കെ അനലൈസ് എന്ന് പറയുന്നതിന് അണ്ടറിൽ വരുന്നതാണ്. ടു ഫ്രൂട്ട്സ് ബേസ്ഡ് ഓൺ ദ ട്രേസ് ആൻഡ് ന്യൂട്രീഷൻ, രണ്ട് ഫുഡ് നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അനലൈസ് പാർട്ട്. ഇവാലുവേറ്റ്, മേക്ക് ജഡ്ജ്മെന്റ്സ് ആൻഡ് ഡിസിഷൻ. Evaluate which route is faster to reach college, and create final thing, combining ideas to form something new. പുതിയ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നത്, പുതിയ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നതൊക്കെ ക്രിയേറ്റ് ലെവലിൽ വരുന്നതാണ്. അപ്പോൾ we start with remember, then understand, then apply, then analyze, then evaluate, then create. ആ ഒരു ഓർഡർ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു പാർട്ടാണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. Now we are moving to learning characteristics. Learning characteristics എന്താ നമ്മൾ പറയുന്നത് വെച്ചാൽ, knowing learners is the foundation of good teaching. എല്ലാവർക്കും ഒരേപോലെ എല്ലാ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ലേണേഴ്സിനെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് അഡോളസെന്റ് ലേണേഴ്സും അഡൽട്ട് ലേണേഴ്സും. അഡോളസെന്റ് ലേണേഴ്സ് ആൻഡ് അഡൽട്ട് ലേണേഴ്സ്, ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണ് എന്നതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അഡോളസെന്റ് ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലുവൻസ്ഡ് ബൈ പീസ്, എക്സ്റ്റേണൽ എൻകറേജ്മെന്റ് നീഡഡ്. ആ ഒരു കൈൻഡ് ഓഫ് ലേണിംഗ് ആയിരിക്കും അവരുടെ, ആ ഒരു മോട്ടിവേഷൻ ലെവൽ ആ രീതിയിലായിരിക്കും. എന്നാൽ നമ്മൾ കുറേയൊക്കെ അഡൽട്ട് ലേണേഴ്സ് ആണ്. അഡൽട്ട് ലേണർ കുറേയൊക്കെ എന്നല്ല, ആൾമോസ്റ്റ് എല്ലാവരും അഡൽട്ട് ലേണേഴ്സ് തന്നെയാണ്. മോട്ടിവേറ്റഡ് ബൈ പേഴ്സണൽ ഗോൾസ് ആൻഡ് എക്സ്പീരിയൻസസ്, ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഇവിടെ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി വന്നിരുന്നവരായിരിക്കൂല. അല്ലെങ്കിൽ ഇഫ് യു ആർ സ്റ്റഡിങ് ഫോർ ദ UGC നെറ്റ് എക്സാം, ഇറ്റ്സ് പ്യൂർലി ഇൻട്രിൻസിക്. അപ്പൊ നമ്മളുടെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് വരുന്ന പരിപാടിയാണ് അഡൽട്ട് ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാറുള്ളത്. ഇമോഷണൽ ട്രേറ്റ് കുറച്ചുകൂടി ഇമോഷണലി എനർജറ്റിക് ആയിരിക്കും, ഐഡന്റിറ്റി സീക്കിംഗ് ആയിരിക്കും, ഇമോഷണലി മെച്യൂർ ആയിരിക്കും അഡൽട്ട് ലേണേഴ്സ്, സ്റ്റേബിൾ ആയിരിക്കും, റെസ്പോൺസിബിൾ ആയിരിക്കും. ലേണിംഗ് സ്റ്റൈൽ, ലേൺ ബെറ്റർ ത്രൂ ആക്ടിവിറ്റി ബേസ്ഡ് ആൻഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ഓൺ ദ അതർ ഹാൻഡ്, അഡൽട്ട് ലേണേഴ്സ് പ്രിഫർ റെലവെന്റ് ആൻഡ് പ്രാക്ടിക്കൽ ലേണിംഗ്, പ്രോബ്ലം സോൾവിംഗ് ഓറിയന്റഡ്. ആൻഡ് ലാസ്റ്റ്ലി, ഗൈഡൻസ് നീഡ് അപ്രീസിയേഷൻ, മോറൽ ആൻഡ് സോഷ്യൽ ഗൈഡൻസ് ഒക്കെ ആവശ്യമാണ്. അഡൽട്ട് ലേണേഴ്സ് കുറച്ചുകൂടി ഓട്ടോണമി പ്രിഫർ ചെയ്യുന്നവരാണ്. സെൽഫ് ഡയറക്റ്റഡ് ആയിട്ടുള്ള ലേണിംഗ് ആയിരിക്കും ഉണ്ടാവുക. ലേണിംഗ് പ്രിൻസിപ്പൽ, സെൽഫ് ഡെവലപ്പിംഗ് ആൻഡ് സെൽഫ് ഡയറക്ഷൻ, സ്റ്റിൽ ഡെവലപ്പിംഗ് ആൻഡ് സെൽഫ് ഡയറക്ഷൻ, സ്റ്റിൽ ഡെവലപ്പിംഗ് സെൽഫ് ഡയറക്ഷൻ. അവർ ഇപ്പോഴും ഒറ്റയ്ക്ക് എന്നുള്ള പരിപാടി ഒന്നും അവരിൽ ലെവലായിട്ടില്ല. അവരിപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്ക് പഠിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ലേണിംഗ് എന്നുള്ളത് ഇറ്റ്സ് സ്റ്റിൽ ടു അച്ചീവ്. അതേസമയം അഡൽട്ട് ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ലേണിംഗ് സ്റ്റൈൽ തന്നെ ആൻഡ്രാഗോജി എന്നാണ് നമ്മൾ പറയാറുള്ളത്. മാൽക്കം നോൾസിന്റെ ഒരു ടേമാണ്. അഡൽട്ട് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു ടേമാണ്. അത് കുറച്ചുകൂടെ സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സെൽഫ് ഡയറക്റ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള സ്റ്റഡി ടൈപ്പിനെയാണ് നമ്മൾ ആൻഡ്രഗോജി എന്ന് പറയുക. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഫസ്റ്റ് വി ഹാവ് ഈ പറഞ്ഞ തിയറീസ് ഓഫ് ലേണിംഗിന്റെ ഒരു ലെവൽ, ഓട്ടോണമിക്കിന്റെ ഒരു ലെവൽ അനുസരിച്ച് ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏറ്റവും ഓട്ടോണമി കുറവുള്ള ടീച്ചർ ഡയറക്റ്റഡ് ആയിട്ട് പോകുന്ന കൈൻഡ് ഓഫ് സ്റ്റഡീസിനാണ് നമ്മൾ, ടീച്ചർ ലെഡ് ആയിട്ട് പോകുന്നതിനാണ് നമ്മൾ പെഡഗോജി എന്ന് പറയാം. ടീച്ചർ ലെഡ് ആയിരിക്കും, ടീച്ചർ ഡിസൈൻഡ് ആയിരിക്കും. ലേണറിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് സിംപ്ലി എ റിസപ്റ്റീവ് മോഡ്. തരുന്ന സാധനം സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ വരുന്നൊരു കാര്യം. അതേസമയം ആൻഡ്രഗോജി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സെൽഫ് ഡയറക്റ്റഡ് ആയിരിക്കും. ഇപ്പം നമ്മളുടെ ഒരു ലെവല് ഇപ്പൊ ഈ പറഞ്ഞ ആൻഡ്രഗോജി എന്ന് പറയുന്ന ഒരു ലെവലിലാണ്. സെൽഫ് ഡയറക്റ്റഡ് ആണ്, ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആണ്, ഇൻസ്ട്രക്ടർ ഗൈഡഡ്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളും ഇത് മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, യു ആർ ഡൂയിങ് യുവർ ഓൺ സ്റ്റെപ്സ്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളും കംപ്ലീറ്റ് എടുക്കുന്നില്ല, യു ഹാവ് കംപ്ലീറ്റ് ഓട്ടോണമി. ഞാൻ പറയുന്നതിൽ നിങ്ങൾക്കെതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാനും മറ്റൊക്കെ ഉള്ള ഒരു സ്പേസ് ഉണ്ട് ആൻഡ്രഗോജി എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഹ്യൂട്ടഗോജി, സെൽഫ് ഡിറ്റർമൈൻഡ് ആണ്, സെൽഫ് ഡയറക്റ്റഡ് പോലും അല്ല, സെൽഫ് ഡിറ്റർമൈൻഡ്, അവനവന്റെ തീരുമാനമാണ്. അതാണ് ഹ്യൂട്ടഗോജി. ലെറ്റ്സ് ഹാവ് എ ഡീറ്റെയിൽഡ് കമ്പാരിസൺ ബിറ്റ്വീൻ ദ ത്രീ. മൂന്നും തമ്മിലൊന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. പെഡഗോജി എന്ന് പറയുമ്പോൾ ആർട്സ് ആൻഡ് സയൻസ് ഓഫ് ടീച്ചിങ് ചിൽഡ്രൻ, കുട്ടികളുടെ രീതിയിലാണ് നമ്മൾ പെഡഗോജി എന്നുള്ള ടേം സാധാരണ ഉപയോഗിക്കാറുള്ളത്. ആൻഡ്രോളജി എന്ന് പറയുമ്പോൾ ആർട്സ് ആൻഡ് സയൻസ് ഓഫ് ടീച്ചിങ് അഡൽട്ട് ലേണിംഗിൽ വരുന്ന ഒരു ടേമാണ് ആൻഡ്രോഗോജി. ആൻഡ് ഫൈനലി ഹ്യൂട്ടഗോജി, സെൽഫ് ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ലേണിംഗിനെ
ലേണർ കൺട്രോൾ എടുത്ത് ചെയ്യുന്ന രീതിയിലുള്ള ലേണിങ്ങിനെയാണ് നമ്മൾ ഹ്യൂട്ടഗോജി എന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും റോള് എല്ലാത്തിലും ഡിഫറൻസ് ആണ്. ലേണറിന്റെ റോള് പെഡഗോജി സ്റ്റൈലിലാണെങ്കിൽ ടീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ആൻഡ്രഗോജിയിലാണെങ്കിൽ ആ ഒരു ലേണിംഗ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്ററി റോൾ ആയിരിക്കും ലേണേഴ്സിന് ഉണ്ടാവുന്നുണ്ടാവുക. ഹ്യൂട്ടഗോജിയിൽ ഒരു ഫുള്ളി ഓട്ടോണമി അല്ലെങ്കിൽ ഫുള്ളി ഓട്ടോണമസ് ആയിരിക്കും ലേണർ എന്ന് പറയുന്നത്. സെൽഫ് ഡയറക്റ്റഡ് ആണ്, സെൽഫ് ഡിറ്റർമൈൻഡ് ആണ്. ആൻഡ് ഫൈനലി ടീച്ചറിന്റെ റോള് പറയുകയാണെങ്കിൽ പെഡഗോജിയിൽ ഒരു അതോറിറ്റി ഫിഗർ ആയിട്ട്, ഒരു പ്ലാനർ ആയിട്ട്, ഒരു കൺട്രോളർ ആയിട്ടൊക്കെ ടീച്ചർ ഉണ്ടാകും. ആൻഡ്രഗോജിയിൽ ഇപ്പോ ഞാനിപ്പോ ചെയ്യുന്നത് മേ ബി ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കും. ഐ എം ഫെസിലിറ്റേറ്റിംഗ് യുവർ UGC നെറ്റ് പ്രിപ്പറേഷൻ. സോ ആൻഡ്രഗോജിയിൽ ജസ്റ്റ് ഒരു ഫെസിലിറ്റേറ്റർ റോൾ ആയിരിക്കും. മേ ബി എ ഗൈഡ്, മേ ബി എ റിസോഴ്സ്, ആ രീതിയിലൊക്കെ മാത്രമാണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഫൈനലി ഹ്യൂട്ടഗോജിയിൽ ജസ്റ്റ് കൈൻഡ് ലൈക്ക് എ കൊളാബറേറ്റർ ഓർ എ മെന്റർ ഓർ എ കോച്ച്, ആ രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. ലേണിംഗ് അപ്രോച്ച് ആണെങ്കിൽ ടീച്ചിങ് സെന്റേർഡ് ആണ് പെഡഗോജി, ലേണർ സെന്റേർഡ് ആണ് ആൻഡ്രഗോജി, ലേണർ ഡിറ്റർമൈൻഡ് ആണ് ഹ്യൂട്ടഗോജി. അവിടെ സെന്റേർഡ് പോലും അല്ല, ലേണർ ആണ് തീരുമാനിക്കുന്നത്. ആൻഡ് ഫൈനലി മോട്ടിവേഷൻ പറയുന്നത് പെഡഗോജിയിൽ കുറച്ചുകൂടെ എക്സ്റ്റെൻസീവ് ആണ്. കിട്ടാൻ പോകുന്ന ഗ്രേഡ്സ്, അപ്രൂവൽസ്, അതൊക്കെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ്രഗോജിയിൽ കുറച്ചുകൂടെ മിക്സ്ഡ് ആണ്. ആൻഡ് ഇൻട്രിൻസിക് ആസ് വെൽ ആസ് എക്സ്ട്രിൻസിക്, എക്സ്റ്റേണൽ റിവാർഡ്സും ഇന്റേണൽ റിവാർഡ്സും ബോത്ത് മോട്ടിവേറ്റ്. ഹ്യൂട്ടഗോജിയിൽ കുറെയൊക്കെ മോസ്റ്റ്ലി ഇൻട്രിൻസിക് ആയിരിക്കും, സെൽഫ് മോട്ടിവേഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. യു ക്യാൻ ഗോ ത്രൂ ദ തിങ്സ്. ഒന്ന് പെട്ടെന്ന് കണ്ണോടിച്ചോളൂ. അപ്പൊ ഇതിന്റെ ഒരു ഓട്ടോണമിന്റെ ഒരു ഹൈറാർക്കിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും താഴെ വരുന്നത് ലീസ്റ്റ് ഓട്ടോണമി, പെഡഗോജി, ദെൻ ആൻഡ്രഗോജി, ഫൈനലി ഹ്യൂട്ടഗോജി. Now let's have a look to a PYQ. ഇവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഇൻ ഇവാലുവേഷൻ പ്രൊസീജിയർ? ഗിവ് യുവർ ആൻസേഴ്സ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ. പെട്ടെന്ന് ആൻസർ ചെയ്യൂ. Come on guys, ആൻസേഴ്സ് ഒന്നും വരുന്നില്ലല്ലോ. ഇതിപ്പോ വന്ന ആൻസർ ആണോ? അല്ല. Okay. Someone answered 2. Shiba Shirin answered 2. Any other answers? Your answer is correct, Shiba Shirin. കറക്റ്റ് ആൻസർ ആണ് ഷിബ ഷെരീൻ പറഞ്ഞിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, എന്താണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ തിരിച്ചു വരാം. ദാറ്റ്സ് ബെറ്റർ ഐ തിങ്ക്. വി ഹാവ് മെയിൻലി 4 ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ. 4 ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ആണ് വരുന്നത്. ഓരോന്നിന്റെയും പേർപ്പസിൽ മാറ്റമുണ്ട്, ഓരോന്നിന്റെയും ടൈമിംഗിൽ മാറ്റമുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫോർമേറ്റീവ്, സമ്മേറ്റീവ്, ഡയഗ്നോസ്റ്റിക്, പ്ലേസ്മെന്റ്, ഇതാണ് 4 ടൈപ്പ് ഓഫ് ഇവാലുവേഷനിൽ വരുന്നത്. എന്താണ് ഫോർമേറ്റീവ് ഇവാലുവേഷന്റെ ഒരു പേർപ്പസ്? മോണിറ്റർ ലേണിംഗ് ആൻഡ് ലേണിംഗ് പ്രോഗ്രസ് ആൻഡ് ഇംപ്രൂവ് ടീച്ചിങ്. നമ്മൾ ഇപ്പോൾ ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ജസ്റ്റ് ആ ഒരു ഇൻസ്ട്രക്ഷന്റെ ഇടയിൽ തന്നെ, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു എക്സാമിന്റെ ഒക്കെ സമയമാവുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒരു 1 വീക്ക് കഴിഞ്ഞു, അതിന്റെ ഇടയിൽ നമ്മളൊരു ചെറിയൊരു ക്ലാസ് ടെസ്റ്റ് നടത്തുന്നു, അല്ലെങ്കിൽ ക്ലാസ്സിൽ ചെറിയ ഡിസ്കഷൻ നടത്തുന്നു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കും? കുട്ടികൾ എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അവർക്ക് എവിടേക്കാണ് ഗ്യാപ്പ് വരുന്നത്, എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് ആണ് വരുത്തേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് നമ്മളുടെ ടീച്ചിങ്ങിന് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. ഇതിനാണ് നമ്മൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ദെൻ കംസ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ നിങ്ങൾക്ക് ഒരു ആൻസർ വന്നിട്ടുണ്ടാകും. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അവസാനം കുട്ടിക്ക് അവാർഡ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഗ്രേഡ്സ് കൊടുക്കുന്നത്, ദാറ്റ്സ് നോട്ട് ഫോർമേറ്റീവ്. കോഴ്സ് വർക്ക് മൊത്തം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഗ്രേഡ് കൊടുത്തതിനാൽ അവിടെ പിന്നെ ഇമ്പ്രൂവ്മെന്റിന് മറ്റൊന്നും സാധ്യതയില്ല. എ ടീച്ചർ ക്ലാരിഫൈസ് ദ ഡൗട്ട്സ് ഓഫ് ദ സ്റ്റുഡന്റ് ഇൻ ദ ക്ലാസ് ഇറ്റ് സെൽഫ്. അത് ഈ പറഞ്ഞ പോലെ ഓക്കെയാണ്. ഫോർമേറ്റീവ്, കുട്ടിക്ക് മനസ്സിലായോ മനസ്സിലായിട്ടില്ല എന്നുള്ളത് തിരിയാൻ, അല്ലെങ്കിൽ കുട്ടിക്ക് എവിടേക്കാണ് പ്രശ്നം വരുന്നതെന്ന് മനസ്സിലാക്കാൻ ടീച്ചറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഓവറോൾ പെർഫോമൻസ് ഓഫ് സ്റ്റുഡന്റ് ഈസ് റിപ്പോർട്ടഡ്. 6 മാസം കൂടുമ്പോൾ പേരൻസ് മീറ്റിംഗ് വിളിച്ച് മാർക്ക് പറഞ്ഞു കൊടുക്കല്, ദാറ്റ്സ് നോട്ട് ഫോർമേറ്റീവ് ഇവാലുവേഷൻ.
ഫൈനൽ എക്സാം കഴിഞ്ഞിട്ട് മാർക്ക് കൊടുക്കുന്നത് ദാറ്റ്സ് ആൾസോ നോട്ട് ഫോർമാറ്റീവ്. അതൊന്നും ഫോർമാറ്റീവ് അല്ല, അതൊക്കെ സമ്മേറ്റീവ് ആണ്. സമ്മേറ്റീവ് എന്ന് പറയുമ്പോൾ മെഷർ ഓവറോൾ അച്ചീവ്മെന്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ കോഴ്സ്. ഒരു 6 മാസം കുട്ടിനെ പഠിപ്പിക്കുന്നു, സെമസ്റ്റർ എക്സാം വരുന്നു, എക്സാമിന്റെ വാല്യുവേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് സമ്മേറ്റീവ് വാല്യുവേഷൻ. എൻഡ് ഓഫ് ഇൻസ്ട്രക്ഷനിൽ വരുന്ന ഫൈനൽ ടേം എക്സാമുകൾ, പ്രൊജക്റ്റുകൾ, ഇതൊക്കെ സമ്മേറ്റീവ് ഇവാലുവേഷന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ പ്രധാനമായിട്ടുള്ള ഫോക്കസ് ടീച്ചിങ് ഇംപ്രൂവ് ആക്കലോ മറ്റൊന്നല്ല, കുട്ടിന്റെ സർട്ടിഫിക്കേഷനും ഗ്രേഡിംഗും ഒക്കെയാണ് ഇതിന്റെ ഒരു പർപ്പസ് ആയിട്ട് വരുന്നത്. വി ഹാവ് ഡയഗ്നോസ്റ്റിക്. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈവൻ ബിഫോർ സ്റ്റാർട്ടിങ് ദ ഇൻസ്ട്രക്ഷൻ, ടീച്ചിങ്ങിന് മുമ്പ്, നമ്മളിപ്പോ എൻഡ് ഓഫ് ഇൻസ്ട്രക്ഷനും ടീച്ചിങ്ങും ഒക്കെ രണ്ടും വെവ്വേറെ വാക്കുകളാണ്. ബട്ട് നമ്മൾ ആ ഒരു ടീച്ചിങ്ങിന്റെ ആ ഒരു ഡ്യൂറേഷനിൽ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ് ഫോർമാറ്റീവ്. എല്ലാ ഇൻസ്ട്രക്ഷൻസും കഴിഞ്ഞതിന് ശേഷം കണ്ടക്ട് ചെയ്യുന്നതാണ് സമ്മേറ്റീവ്. ഈവൻ ബിഫോർ ഇൻസ്ട്രക്ഷൻ ആൻഡ് ടീച്ചിങ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് ഡയഗ്നോസ്റ്റിക്. എന്തിനു വേണ്ടിയിട്ടാ? ഐഡന്റിഫൈ ലേണേഴ്സ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമ്മളിപ്പോൾ എൻട്രി ടെസ്റ്റുകളൊക്കെ നടത്തും, CUET-ന്റെ എൻട്രൻസ് ടെസ്റ്റ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറുന്നതിന് മുമ്പുള്ള ഒരു പ്രീ ടെസ്റ്റ്, എൻട്രൻസ് ടെസ്റ്റ്, ഇതൊക്കെ ഡയഗ്നോസ്റ്റിക് ആണ്. അപ്പൊ അവിടെ എന്താ ഹെൽപ്പ്? അവിടെ അല്ലെങ്കിൽ ഈവൻ ബിഫോർ സ്റ്റാർട്ടിങ് ദ ക്ലാസ് നമ്മൾ ജസ്റ്റ് ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടീന്റെ ലെവൽ മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമ്മൾ ടീച്ചിങ് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാനൊക്കെ നമ്മൾ അത് ഹെൽപ്പ് ചെയ്യും. ഇതാണ് ഡയഗ്നോസ്റ്റിക്. ആൻഡ് ഫൈനലി പ്ലേസ്മെന്റ്. പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? സോറി, നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഒന്നുകൂടെ പറയാണ്. ഡയഗ്നോസ്റ്റിക്കിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളെ ലേണറിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുന്നതിന് മുമ്പേ ചെയ്യുന്ന പരിപാടി. ഒരു ചെറിയൊരു എൻട്രി ലെവൽ ടെസ്റ്റ് പോലെ. അപ്പൊ അവരുടെ ഒരു ലെവൽ ഓഫ് കൊഗ്നിഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ നമുക്ക് മനസ്സിലാകും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ടീച്ചിങ് സ്ട്രാറ്റജീസിലൊക്കെ ചേഞ്ചസ് വരുത്താം. ഇതാണ് ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നത്. വി ഹാവ് പ്ലേസ്മെന്റ്. പ്ലേസ്മെന്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അസൈൻ ലേണേഴ്സ് ടു അപ്രോപ്രിയേറ്റ് ലെവൽസ് ഓഫ് കോഴ്സ്, അപ്രോപ്രിയേറ്റ് ലെവൽ ഓർ കോഴ്സസ്. അപ്പൊ നമ്മളൊരു എൻട്രി അഡ്മിഷൻ ടൈമിങ്ങിലൊക്കെ ചെയ്യുന്ന സാധനമാണ് പ്ലേസ്മെന്റ്. അപ്പൊ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത്, പ്ലേസ്മെന്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് ഏതാണ് ഒരു പഠിതാവിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ലെവൽ എന്ന് എൻഷുർ ചെയ്യുന്ന കൈൻഡ് ഓഫ് എക്സാം അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഇവാലുവേഷൻ ആണ് നമ്മൾ പ്ലേസ്മെന്റ് ലെവൽ എന്ന് പറയുന്നത്. ഇതാണ് പ്ലേസ്മെന്റ് ലെവൽ കൊണ്ടുള്ള ഉദ്ദേശം. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. 4 ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഒരു ചെറിയ PYQ കൂടെ പോവാം. സമ്മേറ്റീവ് ഇവാലുവേഷൻ ഈസ് ആൾസോ നോൺ ആസ്, ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. നമ്മളിപ്പോ പറഞ്ഞതായിരുന്നു സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്താണ്. അപ്പൊ അതിന്റെ ഒരു വെളിച്ചത്തിൽ നിങ്ങളൊന്ന് ഗസ് വർക്ക് ചെയ്ത് നോക്കിയേ. Even if you don't know the correct answer, just try to give a guess. Summative evaluation എന്താന്ന് നമുക്കറിയാം. Come on. ആൻസറുകൾ വരട്ടെ. We only have less than 1 minute. ഒറ്റ മിനിറ്റ് കേട്ടോ. ഐ തിങ്ക് ബാക്കി നമുക്ക് നാളെ പോവാം. ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. റാഫിയ ആൻസർഡ് ഇമ്പാക്ട് ഇവാലുവേഷൻ, യാസർ ആൻസർഡ് ഇമ്പാക്ട് ഇവാലുവേഷൻ. യു ഗൈസ് ആർ കറക്റ്റ്. വെരി ഗുഡ്. അപ്പൊ ഇമ്പാക്ട് ഇവാലുവേഷൻ സമ്മേറ്റീവ് ഇവാലുവേഷന്റെ വേറൊരു പേരാണ്. അപ്പൊ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ നമ്മൾ ടീച്ചിങ്ങിന് പറ്റിയിട്ടുണ്ട് എന്നൊരു ഉദ്ദേശത്തിലാണ് ആ ഒരു പേര് വരുന്നത്. ഐ തിങ്ക് ദാറ്റ്സ് ഇനഫ് ഫോർ ടുഡേ. താങ്ക്സ് ഫോർ ജോയിനിങ് ദ സെഷൻ. ഏത് നിമിഷവും നമ്മളുടെ സെഷൻ വൈൻഡപ്പ് ആകും. ക്ലാസ് ഒക്കെ ക്ലിയർ ആണല്ലോ അല്ലെ? ഒന്ന് അതും കൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കായിരുന്നു. ലെസ് ദൻ 1 മിനിറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഹോപ്പ് എവറിത്തിങ് ഈസ് ക്ലിയർ.